ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച. ഇതിൽ ഏറ്റവും പ്രധാനം കെ സുധാകരൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ദീപാദാസ് മുൻഷിയുമായി കെ സി വേണുഗോപാലും കൂടിക്കാഴ്ച നടത്തി. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, മല്ലികാർജ്ജുൻ ഖർഗെയെ കാണും കെ സുധാകരൻ എന്നുള്ള വാർത്ത നമ്മളാണ് ഇന്നലെ ബ്രേക്ക് ചെയ്തത്. ആ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഒപ്പം കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹവും ചില കൂടിക്കാഴ്ചകൾ നടത്തുകയാണ്. ഇതൊക്കെ ഏത് പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ മുഖ്യമന്ത്രി ചർച്ചകളുമൊക്കെയായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അനുജ, കെ സുധാകരൻ മല്ലികാർജ്ജുൻ ഖാർഗെ കാണുമെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് 24 പുറത്തുവിട്ടത്. എന്തായാലും ആ വാർത്ത ശരിയായിരിക്കുന്നു. കെ സുധാകരൻ അല്പസമയം മുമ്പാണ് കോൺഗ്രസ് അധ്യക്ഷനുമായി ആ കൂടിക്കാഴ്ച നടത്തിയത്. ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പാർലമെന്റിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടത്തത്. പാർലമെന്റിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ ചേംബറിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കൃത്യമായി മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കെ സുധാകരൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ കെ സി വേണുഗോപാലിനെ അടക്കം പിന്തുണച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വന്നത് വലിയ വിവാദമായിരുന്നു. പിന്നീട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണം എന്ന ചർച്ചകൾ വലിയ രീതിയിൽ സജീവമാവുകയും നേതാക്കൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കെ സി വേണുഗോപാൽ അടക്കം രംഗത്ത് വരികയും ഇത്തരമുള്ള വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സുധാകരൻ ഈ പ്രസ്താവന തുടരുന്നതാണ് കഴിഞ്ഞ ദിവസവും കണ്ടത്. തന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അതുപോലെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് കെ സുധാകരൻ വ്യക്തമാക്കിയത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനുമായി ആ കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും തന്റെ അഭിപ്രായം കൃത്യമായി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. മുൻപ് കെ സുധാകരൻ സ്വീകരിച്ച കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന അഭിപ്രായമാണോ അല്ലെങ്കിൽ മറ്റു അഭിപ്രായമാണോ എന്നെല്ലാം വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് വ്യക്തമാകും. കെ സുധാകരൻ നിലവിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനും തന്നെ ഗോദാവരി ഫ്ളാറ്റിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കൃത്യമായി എന്തൊക്കെയാണ് ചർച്ചയായത് കൃത്യമായ വിവരങ്ങൾ കെ സുധാകരൻ തന്നെ പങ്കുവെക്കും എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഇതിന് തൊട്ടു മുമ്പായി കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ ഇത്തരത്തിൽ ദീപാദാസ് മുൻഷിയും കണ്ടിരുന്നു. എന്തായാലും നിർണായകമായ ചർച്ചകളാണ് ഈ കേരളവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മെയ് 4 വോട്ടെണ്ണലിന് മുമ്പ് തന്നെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി ചർച്ച സജീവമായി നിൽക്കുന്ന വേളയിൽ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും പല കോണിൽ നിന്ന് ഉയർന്നു. കഴിഞ്ഞ ദിവസം MK രാഘവൻ MP അടക്കം ഈ ചർച്ചകളിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. രമേശ് ചെന്നിത്തല അടക്കം ഇത്തരം ചർച്ചകൾ ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ കെ സുധാകരൻ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടിരിക്കുന്നു. കൃത്യമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായം അധ്യക്ഷനെ അറിയിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.